പറഞ്ഞല്ലോ താങ്കളുടെ ഗുരുവായിട്ടുള്ള ബാബാജി 85-ാം വയസ്സിൽ സമാധിയായി. 85-ാം വയസ്സിലല്ല, 85-ൽ 1985-ൽ. അതേസമയം അദ്ദേഹത്തിൻ്റെ ഗുരു ഇപ്പോഴും ഇത് ചെയ്യുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ഈ കോൺഷ്യസ് നേരത്തെ പറഞ്ഞുള്ള ഫോം ഉണ്ടല്ലോ, അതിൽ വ്യത്യാസം ഉണ്ടാവുമോ? എങ്ങനെ? ശ്രീ ഗുരു ബാബാജിയുടെ ഫോമിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇത് പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല, പക്ഷേ ഒരു വ്യത്യാസം. അപ്പോൾ ഈ ബാബാജിക്ക് ആ ഇതിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹം ഓരോരുത്തർക്കും ഓരോ ഫങ്ഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻ കഴിഞ്ഞു, അദ്ദേഹം പോയി. ചിലർക്ക് ഇങ്ങനെ, അത് വളരെ റെയറായിട്ടാണ് ഇങ്ങനെയുള്ള ബീയിങ്സ് ഉണ്ടാകുന്നത്, എപ്പോഴും നിന്ന് ഇങ്ങനെ. എന്നാൽ ശ്രീ ഗുരു ബാബാജിയും പോവോ എന്ന് ചോദിച്ചാൽ പോവായിരിക്കും, നമുക്കതിനെ പറ്റിയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ താങ്കൾ ഇത് ചെയ്യുന്ന യോഗി ഇതിൽ മതവും ജാതിയും ഒന്നുമില്ല. താങ്കളൊരു പരമ്പരാഗതമായൊരു മുസ്ലിം സമുദായത്തിൽ ജനിച്ചതാണ്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ അനുയായികളായിട്ടുള്ള ക്രിസ്ത്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈന്ദവ മതം ഉണ്ട്, ഒരുപാട് യോഗിമാരുടെ ഇതായിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അവരുടെയൊക്കെ ഗുരുക്കന്മാരും ഈ സമ്പ്രദായം തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം താങ്കൾ കാണുന്നുണ്ടോ? എല്ലാം ഒന്നിച്ചാണല്ലോ. ഇത് ജീസസ് ക്രൈസ്റ്റ് ആണല്ലോ ഈ നമ്മളിപ്പോൾ അറിയുന്ന ക്രിസ്ത്യാനിറ്റി എന്നുള്ളതിൻ്റെ ഫൗണ്ടർ ജീസസ് ക്രൈസ്റ്റ് ആണല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു വലിയൊരു അഡ്വാൻസ്ഡ് യോഗിയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സെർമൺ ഓൺ ദ മൗണ്ട് എന്നൊരു ഉണ്ട് ബൈബിളിൽ, ന്യൂ ടെസ്റ്റമെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതെ, അതും ഗിരിപ്രഭാഷണമാണ്. ഞങ്ങളും ഗിരിയെപ്പറ്റിയാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിന് മുകളിൽ കയറി നിന്നിട്ട് സംസാരിക്കുന്ന അത് നോക്കുകയാണെങ്കിൽ വളരെ അധികം വേദാന്തവും ഭക്തിയും ഈവൻ ബുദ്ധിസ്റ്റ് ടീച്ചിങ്സുമായിട്ട് വളരെ സാമ്യമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ചിലത് സെയിമാണ്, ചിലത് കുറച്ച് സാമ്യമുള്ള. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വേദാന്തവും യോഗവും പറയുന്നത് ഗീതയിലുമുണ്ട്, സെയിം ടീച്ചിങ്. മനസ്സിനുള്ളിൽ, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നമ്മളൊന്ന് കടന്നു പോയാൽ, ഹൃദയം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഹാർട്ടല്ല, കോൺഷ്യസ്നെസ്സിൻ്റെ സെൻറ്റർ. ഞാൻ ഈ ശരീരമല്ല, ഞാനൊരു ആത്മാവാണെന്നും എൻ്റെ ക്വാളിറ്റീസ് ആനന്ദം, പെർമനൻ്റായിട്ടുള്ള ആനന്ദമാണ് എൻ്റെ ക്വാളിറ്റി. അത് വെളിയിൽ നിന്നൊന്നും ആനന്ദം കൊണ്ടുവരേണ്ട ആവശ്യമില്ല, എൻ്റെ ക്വാളിറ്റി തന്നെ അതാണ് എന്നെനിക്ക് മനസ്സിലാവും. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വെളിയിലുള്ള കാര്യവുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെങ്കിലും ആഗ്രഹങ്ങൾ കുറയും. കാരണം എനിക്ക് സാറ്റിസ്ഫാക്ഷന് വേണ്ടി പുറത്ത് ഡിപ്പെൻഡൻ്റ് അല്ല, സെൽഫ് സാറ്റിസ്ഫൈഡാണ്. ഇതിനെപ്പറ്റി റെഫർ ചെയ്യുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ ഒരു വാക്ക് വളരെ ബ്യൂട്ടിഫുൾ. അത് ബൈബിളിൽ എത്ര എഡിറ്റ് ചെയ്താലും എഡിറ്റ് ചെയ്യാൻ വയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. ലേ ട്രഷേഴ്സ് ഇൻ യുവർ ഹാർട്ട് വെർ തീഫ്സ് ഡു നോട്ട് ബ്രേക്ക് ഇൻ ആൻഡ് സ്റ്റീൽ. ഇത്രയും കറക്റ്റായിട്ട് അതിനെ പറയാനായിട്ട് വേറൊരു ഭാഷയിൽ ആരും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഹൃദയത്തിനുള്ളിലൊരു ട്രഷറുണ്ട്. ആ ട്രഷർ എന്താണ്? അത് എൻ്റെ ആത്മാവ്. അത് എത്തിക്കഴിഞ്ഞാൽ ഒരു കള്ളനെ അതിനകത്ത് കയറി അത് പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ബാക്കി സാധാരണ എങ്ങനെയാണ്, ഞാനൊരു എന്തെങ്കിലും ഒന്ന് അക്വയർ ചെയ്താൽ ബാക്കിയുള്ളതിന് എടുത്തുകൊണ്ട് പോവുമോ എന്നൊരു ചിന്ത വരും. അവിടെ നിന്നാണ് ദേഷ്യവും എല്ലാം വരുന്നത്. ഇത് വന്നു കഴിയുമ്പോൾ ശാന്തമായി ഇല്ലേ? അതുപോലെ ബൈബിളിൽ ഇനിയൊരു സെൻറ്റൻസ് ഉണ്ട്, ഞാൻ പലയിടത്തും ചോദിച്ചിട്ടുണ്ട്, അതിന് അങ്ങോട്ട് എക്സ്പ്ലനേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അത് therefore if thine eye be single, thy whole body shall be full of light. Full of light. ഇത് സെർമൺ ഓൺ ദ മൗണ്ടിൽ തന്നെയാണ്. അത് ഒരു എക്സ്പ്ലനേഷൻ അതിനില്ല. ഒറ്റ കണ്ണുള്ളവർക്ക് എങ്ങനെയാണ് ലൈറ്റ് വരുന്നത്? അതല്ല, എന്തോ ഒരു സിംഗിൾ ഐയെ പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ഈ നാഥ് സമ്പ്രദായം, അതുപോലെ അഷ്ടാംഗ യോഗം, വേദാന്തം, ഇതൊക്കെ എക്സാമിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ പോലെ ഒരു വലിയ യോഗി. അതെങ്ങനത്തെ യോഗിയാണ്? താമസിക്കാൻ സ്ഥലമില്ല, ഉടുക്കാൻ വേഷമില്ല എന്ന രീതിയിൽ നടക്കുന്ന ഒരു വാണ്ടറിങ് യോഗി. അദ്ദേഹം പറയുന്നത്, അല്ല, ഈ സോളിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിലും ബൈബിളിൽ പറയുന്നത്, നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം? അപ്പോൾ ഈ ആത്മാവ് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ എല്ലാത്തിലും, എല്ലാ സ്ക്രിപ്റ്റേഴ്സിലും ഇത് പറയുന്നുണ്ട്. അതുപോലെ ഇത് എക്സാമിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഇങ്ങനെ ഒരു എസെൻസ് മനുഷ്യൻ്റെ ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ എസെൻസിലോട്ട് നോക്കിയാൽ മതി, അതിൻ്റെ പുറത്തുള്ള ഓർഗനൈസേഷണൽ ആസ്പെക്ട്സ് നോക്കാതിരുന്നാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ താങ്കൾ ഏതാണ്ട് ഒരു 6500 കിലോമീറ്റർ താണ്ടി ഇപ്പോൾ കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ
മതമൈത്രിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ളൊരു യാത്ര നടത്താൻ പോവുകയാണ്. പക്ഷേ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനത്തിലാണ്. അപ്പോൾ ഈ സ്വാമി വിവേകാനന്ദനെ ഇങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ ഇന്ന് ഈ യങ്ങർ ജനറേഷൻ, ഇന്നത്തെ അല്ല ഇതിന് മുമ്പേ ഉള്ള യങ്ങർ ജനറേഷന്, വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ജനറേഷന് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ഫിലോസഫിയും കൾച്ചറിൻ്റെയും വാല്യൂ ആദ്യമായിട്ട് പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തിയത് സ്വാമി വിവേകാനന്ദനാണ്. ഷിക്കാഗോ പ്രസംഗം അടക്കം. അത് മാത്രമല്ല, അദ്ദേഹം ഇതുപോലെ ഈ വെൽ നോൺ ആകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും നടന്നിട്ടുണ്ട്. കന്യാകുമാരി വന്നിട്ടാണല്ലോ അവിടെ വിവേകാനന്ദ റോക്കിൽ ഇരുന്നത്. കശ്മീർ വരെ നടന്നിട്ടുണ്ട്. കേരളം ഭ്രാന്താലയാണെന്ന് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അതാ മാറ്റിയെടുക്കണം, അത് നമ്മൾ മാറ്റിയെടുക്കണം. അദ്ദേഹം കേരളം പ്രാന്താലയമാണെന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പ്രാന്താലയമാണെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ഭയങ്കര അപ്രിസിയേഷനായിരുന്നു. കൊടുങ്ങല്ലൂരാണ് ആദ്യം ഒന്ന് ഇറങ്ങിയത്. പണ്ടെല്ലാം ബോട്ടിൽ വേണമല്ലോ വരാൻ, അപ്പോൾ ബ്രിഡ്ജസ് ഒന്നും ഇല്ലല്ലോ. ഇറങ്ങിയപ്പോൾ അവിടെ 3 നമ്പൂതിരി പെണ്ണുങ്ങൾ, സ്ത്രീകൾ നിന്ന് സംസ്കൃതത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഭയങ്കരമായിട്ടങ്ങ് ഇതായിപ്പോയി. പക്ഷെ നിങ്ങൾ സംസ്കൃതത്തിൽ എങ്ങനെ സംസാരിക്കും? ഞങ്ങൾ വീട്ടിലിങ്ങനെ തന്നെ സംസാരിച്ച് പഠിച്ചാണ്. ഞങ്ങളുടെ സംസ്കൃതം അറിയാവുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ഫാമിലിയിലുണ്ട്. അത്ഭുതമായിപ്പോയി. പുള്ളിക്ക് പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും സംസ്കൃതം മനസ്സിലാക്കി തുടങ്ങിയാൽ നമ്മുടെ കൾച്ചർ ഒരിക്കലും ഇവിടെ നാട്ടിൽ നിന്ന് പോവില്ല. അങ്ങനെ നല്ല കാര്യങ്ങൾ പലതും അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ ഒരു ഓപ്പൺ മൈൻഡഡും വളരെ കറേജിയസ് ആയിട്ടുള്ള ഒരാളാണ്. ഉള്ള കാര്യം തുറന്നു പറയും. അപ്പോൾ ഇത് കണ്ടപ്പോൾ തീരെ സഹിച്ചില്ല, തുറന്നു പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ താങ്കളിപ്പോൾ പറഞ്ഞ പോലെ താങ്കൾ ജാതിക്കും മതത്തിനപ്പുറത്തുള്ള മതമൈത്രിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗുരുദേവൻ കേരളത്തിൽ ഇത് ചെയ്തതും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇത് ചെയ്തത് ഈ മതങ്ങൾ തമ്മിലുള്ള കലഹത്തെക്കുറിച്ചാണ്. അഡ്രസ്സ് ചെയ്ത് മതങ്ങളെക്കുറിച്ചുള്ള കലഹമാണ്. സർവ്വമത സമ്മേളനം ആലുവയിൽ വിളിച്ചു കൂട്ടി ആദ്യമായിട്ട്. അപ്പോൾ ഈ സർവ്വമതത്തിൻ്റെത് എല്ലാത്തിൻ്റെയും ഇത് ഒന്നാണ് എന്നുള്ള രീതിയിലൊരു ഇത് കൊണ്ടുവന്നു. അപ്പോൾ അത് ഗുരുദേവനെ ശരിക്കും യഥാർത്ഥത്തിൽ ഈ രംഗത്തേക്ക് സാമൂഹിക പരിഷ്കരണ രംഗത്തേക്ക് ഒരു യോഗിയെ കൊണ്ടുവരണമെന്നുള്ള നിർദ്ദേശം ആദ്യം വെച്ചത് സ്വാമി വിവേകാനന്ദനായിരുന്നു, ഡോക്ടർ പൽപൂരിൽ. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ താങ്കൾ എങ്ങനെയാണ് എവിടെയാണ് പ്ലേസ് ചെയ്യുക? ഞാൻ ശ്രീനാരായണ ഗുരുസ്വാമിയെ ഒരു വലിയൊരു അഡ്വാൻസ്ഡ് യോഗിയായിട്ടാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം യോഗി മാത്രമല്ല, അദ്ദേഹം ഒരു വേദാന്തിയുമായിരുന്നു. ഇന്ത്യൻ കൾച്ചറിൻ്റെ എസെൻസ് ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് ഈ കാസ്റ്റ് സിസ്റ്റം കൊണ്ടൊക്കെ, ഈ റിലിജനും കാസ്റ്റും തമ്മിലുള്ള കുഴപ്പം കൊണ്ടാണ് മനുഷ്യൻ ഇവോൾവ് ചെയ്യാത്തതെന്ന് മനസ്സിലാക്കി അതിന് പ്രവർത്തിക്കാൻ തുടങ്ങിയ കേരളത്തിൽ ഓൾമോസ്റ്റ് ഫസ്റ്റായിട്ട് തുടങ്ങിയ അദ്ദേഹമാണ്. അതുകൊണ്ട് ഞാനത് എൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹത്തിനെ കുറിച്ചൊരു ചാപ്റ്റർ തന്നെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നോർത്തിലൊക്കെ ചെന്നാൽ ചിലർക്ക് അറിയില്ല ഇതാരാണെന്ന്. ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് അറിയിച്ചേ പറ്റുള്ളൂ. കാരണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് ക്ലിയർ ടേംസിൽ ഇതുവരാരും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത്രയും ക്ലിയർ ടേംസിൽ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് കേരളത്തിലാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു വളരെ ഹൈ സ്റ്റാറ്റസിലാണ് ഞാൻ നോക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനല്ല. സാധാരണ മനുഷ്യൻ ശരീരമുണ്ട്, അതുകൊണ്ട് സാധാരണ മനുഷ്യനാണ്. പക്ഷേ അല്ല, അതേക്കുറിച്ച് സംസാരിക്കും. ഞാൻ പെട്ടെന്നൊരു ചോദ്യം വന്നുകൊണ്ടാണ് ചോദ്യം. ഇപ്പോൾ സാധാരണ യോഗിമാരൊക്കെ ഇപ്പോൾ ഹിമാലയത്തിലേക്കാണെങ്കിൽ അവർ ഈ മെറ്റീരിയൽ വേൾഡുമായിട്ട് യാതൊരു ബന്ധമില്ല, ഭൗതിക ലോകമായിട്ട് സമൂഹമായിട്ട് ബന്ധമില്ല. അവരൊരു ആത്മീയതയുടെ ലോകത്തിൽ ഈ പറഞ്ഞ പോലെ പരമാനന്ദത്തിലിരിക്കുന്നു. അപ്പോൾ എവിടെയാണ്? അപ്പോൾ താങ്കളിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്, തിരിച്ച് ഗുരു പറഞ്ഞനുസരിച്ച് വന്നു. അപ്പോൾ ആത്മീയതയിൽ കഴിയുന്ന ഒരു വിഭാഗം, ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ എടുക്കുമ്പോൾ അദ്ദേഹം യോഗിയായിരുന്നു, ആത്മീയതയിൽ നല്ല ആത്മീയത ഉണ്ടായിരുന്നതാണ്. പക്ഷെ അദ്ദേഹം ആ ആത്മീയത ഭൗതിക ലോകവുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഏതാണ് ശരി? ഈ ആത്മീയതയിൽ മാത്രം ചലിക്കുന്നതാണോ, ആത്മീയതയെ ഭൗതികതയുമായി കണക്ട് ചെയ്ത് മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നതാണോ? ഏതാണ് താങ്കൾ ഒരു ഇതായിട്ട് കാണുന്നത്? അത് ഓരോരുത്തരുടെ ഓരോ ഫങ്ഷനുണ്ട്. ഇതൊന്ന് ശരി ഒന്ന് തെറ്റാണെന്ന് നമുക്ക് പറയാൻ നിവൃത്തിയില്ല. ചില വലിയ ഇപ്പോൾ മഹേശ്വർനാഥ് ബാബാജി സൊസൈറ്റിക്ക് വേണ്ടി സോഷ്യൽ കോസസിനൊന്നും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തു? എന്നെപ്പോലെ ഒരാളെ പിടിച്ച് അതിനകത്തോട്ട്. അതുകൊണ്ട് ആത്മീയതയിൽ ടോട്ടലായിട്ട് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നവരൊന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ കൊടുക്കുന്ന ഇൻസ്പിറേഷൻ അനുസരിച്ചാണ്
ബാക്കിയുള്ളവർ പുറത്ത് വന്ന് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു ശിഷ്യന്മാർ, താങ്കൾ മാത്രമാണ് ശിഷ്യനായിട്ട്? അദ്ദേഹത്തിന് മഹേശ്വരനാഥ്ജിക്ക് 4-5 ശിഷ്യന്മാരെ ഉണ്ടായിരുന്നുള്ളൂ ആകപ്പാട്. അത് ഈ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആത്മീയതയുടെ ലോകത്താണ്. ഒരാൾ സന്യാസം എടുത്തു. ഒരു ജർമ്മൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ. അദ്ദേഹം ഇപ്പം സമാധിയായി, മരിച്ചുപോയി. അദ്ദേഹം സയൻറ്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് സ്റ്റുട്ട്ഗാർട്ടിൽ അദ്ദേഹത്തിന് വലിയൊരു ഇതുണ്ടായിരുന്നു, റിലിജനും സയൻസും സെപ്പറേറ്റ് ചെയ്യരുത്, ഇത് രണ്ടും കോംപ്ലിമെൻ്ററി ആണെന്നുള്ളൊരു ഇതുവഴിയാണ് മഹേശ്വരനാഥ് ബാബാജി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ യാത്ര, ഇപ്പോൾ താങ്കൾ നടത്താൻ പോകുന്ന കന്യാകുമാരിയിൽ നടത്താൻ പോകുന്ന യാത്ര, അതിൽ ഏതൊക്കെയാണ് താങ്കളൊരു എന്താ പറയുക, ഇന്ത്യയുടെ ചെറിയൊരു ആത്മാവ് കണ്ടെത്തുന്ന രീതിയിലുള്ളൊരു യാത്രയായിരിക്കുമല്ലോ അത്? എങ്ങനെയാണത് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഞങ്ങൾ നടക്കും. നടന്നാലേ നമുക്ക് ഈ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പിന്നെ എത്ര പേരുണ്ടാവും കൂട്ടിന്? എനിക്ക് തോന്നുന്നത് എപ്പോഴും ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ഒരു 35 ആൾ എൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ പലയിടത്തും പോകുമ്പോൾ കുറേ ആളുകൾ വരും, ചിലപ്പോൾ 100 കണക്കിന് ആളുകൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് അവർ മാറും, അടുത്ത ബാച്ച് വരും. എൻ്റെ കൂടെ ഫുൾ ടൈം നടക്കുന്നവർ കുറച്ച് പേരെ കാണുള്ളൂ. അതാണ് ശിഷ്യന്മാരാണോ അല്ലെങ്കിൽ സെലക്ടഡ് വോളണ്ടിയേഴ്സ് ആണോ? ഇങ്ങനെയുള്ള വാസ്തവത്തിൽ എനിക്ക് ശിഷ്യന്മാരെന്ന് പറഞ്ഞ ആരും ഇല്ല ശരിക്കും. പക്ഷേ എൻ്റെ പല വർഷങ്ങളായിട്ട് അറിയുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള ചില ആളുകളുണ്ട്. അവരായിരിക്കും മിക്കവാറും എൻ്റെ കൂടെ നടക്കുന്നത്. കാരണം അവർക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് അവർക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഈ ആളുകളുടെ ഇത് മെയിനായിട്ട് എൻ്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഏത് റിലിജനും പ്രാക്ടീസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ വേറെ റിലിജന് പ്രാക്ടീസ് ചെയ്യുന്നവരെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക, ശല്യം പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. പല രീതിയിൽ ആളുകളുള്ളത് കൊണ്ട് പല രീതിയിൽ ചിന്തിക്കും. ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. എന്നാൽ മില്യൺസ് ഓഫ് ആളുകളുള്ളപ്പോൾ അവർക്ക് അതിനുള്ള അപ്രോച്ച് മില്യൺസ് ഓഫ് രീതിയിലുള്ളതായിരിക്കും അപ്രോച്ച്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ വേറെ റിലിജനിലായതുകൊണ്ട് ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിലേ ഉള്ളൂ എനിക്ക് തർക്കം. ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു വിധത്തിൽ മതത്തിൻ്റെ തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയെ ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മതവും ജാതിയുമാണ്. അതിൽ മതം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അങ്ങ് തുറന്ന് പറഞ്ഞാൽ ദർ ഇസ് എ മുസ്ലിം വേൾഡ്, ദർ ഇസ് എ ഹിന്ദു വേൾഡ്. ഇനി ലോകത്ത് എടുക്കുമ്പോൾ ദർ ഇസ് എ വെസ്റ്റേൺ വേൾഡ്, പ്രൊഡോമിനൻ്റലി ക്രിസ്ത്യൻ. ദർ ഇസ് എ ഗൾഫ് അല്ലെങ്കിൽ മുസ്ലിം വേൾഡ്. ഇനി ഒരു യുദ്ധമുണ്ടായാൽ അതുപോലും ആദ്യമായിട്ട് പറയുന്നത് ദർ ഇസ് എ ക്രിസ്ത്യൻ വേൾഡ് വേഴ്സ് എ മുസ്ലിം വേൾഡ് എന്നാണ്. അപ്പോൾ ഈ തരത്തിൽ മതങ്ങൾ കലഹത്തിൻ്റെ ഇതായിട്ട് മാറുന്നൊരു കാലഘട്ടത്തിൽ താങ്കളെപ്പോലുള്ള ആൾക്കാരുടെ റോൾ എന്തായിട്ട് കാണും? അത് ആകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ റോള്. ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുക. ഞാനും ഒരു മനുഷ്യനാണ് നിങ്ങളെപ്പോലെ, എനിക്കിങ്ങനെ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും ജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരു എക്സാമ്പിൾ സെറ്റ് എന്നൊരു ഹോപ്പാണ്. ഇതിന് ഞങ്ങൾ വാക്ക് ഓഫ് ഹോപ്പ് എന്നാണ് പറയുന്നത്. നടക്കുമോ നടക്കില്ലേ എന്ന് വെച്ചാൽ ഒരു ഹോപ്പുണ്ട്, പ്രതീക്ഷ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്. അതെ, ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല, ഒരു പ്രതീക്ഷയുണ്ട് അങ്ങനെ നടക്കും. കാരണം എനിക്ക് ദൃഢവിശ്വാസം ഇതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, ശ്രീ ഗുരു ബാബാജിയും മഹേശ്വരനാഥ് ബാബാജിയും വളരെ പവർഫുള്ളായിട്ടുള്ള വ്യക്തികളായിരുന്നു, ആണ് ശ്രീ ഗുരു ഇപ്പോഴും. അപ്പോൾ അവരുടെ നിന്ന് വരുന്ന ഒരു എനർജി ഒരു വിധത്തിലെങ്കിലും റിസൾട്ട് കാണിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല. അല്ല, ഇപ്പോൾ ഇങ്ങനെയുള്ള മതവിഭാഗങ്ങളിലൊക്കെ, ഇപ്പോൾ മുസ്ലിം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും അതുപോലെ ഹിന്ദു മതത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ നേരത്തെ പറഞ്ഞ പോലെ മെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തീവ്രവാദ മറ്റൊന്ന് ഹേറ്റ്രഡ് ഇത് ചെയ്യുന്ന ഇതിനാണ് പ്രാമുഖ്യം ലഭിക്കുന്നത്. അതിനാണ് കൂടുതൽ മാർക്കറ്റുള്ളത്. ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റുള്ളത്. ആ സമയത്ത് ആ ഹേറ്റ്രഡിൻ്റെ ഇത് വെച്ചുകൊണ്ട് ഇപ്പോൾ ഹിറ്റ്ലർ പോലും ലോകം വെട്ടിപ്പിടിച്ചത് ഹേറ്റ്രഡിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം. ഇറ്റ് ഈസ് ഈസി ടു സ്പ്രെഡ്. അപ്പോൾ നന്മയുടെ ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹേറ്റ്രഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ അതിനെ ഓവർകം ചെയ്യാൻ, അതാണ് എൻ്റെ ഒരു പെർട്ടിനൻ്റായിട്ടുള്ള ചോദ്യം. അത് സാധ്യമാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഫുൾ ഹോപ്പ് കൊണ്ടാണ് ഇതിലോട്ട് ഇറങ്ങുന്നത്. എനിക്കറിയാം നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ പല ഒബ്സ്റ്റക്കിൾസും വരും. കാരണം ആളുകൾക്ക് കുറച്ച് ഡിസ്കംഫർട്ട് വരും. എക്സ്ട്രീമായിട്ട് ജീവിക്കുന്നവർക്ക് ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് വരും. ഇയാളാരും ഇതിൻ്റെ ഇടയിൽ എന്ന് വരും. പക്ഷെ നമ്മളത് കൈകാര്യം ചെയ്തേ പറ്റൂ. അത് അല്ല, ഇങ്ങനെ ശ്രമിച്ചവർക്കൊന്നും പൂമാലയല്ല കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ഇതിനു വേണ്ടി പറയുന്നതല്ല, ജസ്റ്റ് വാണ്ട് ടു നോ. ഇപ്പോൾ സോക്രട്ടീസിൻ്റെ അരിസ്റ്റോട്ടലിൻ്റെയും കാലഘട്ടം മുതലെടുത്ത ജീസസ് ക്രൈസ്റ്റിൻ്റെയും മുഹമ്മദ് നബിയുടെയും
ഇവ ഏത് കാലത്ത് മാറ്റത്തിന് വേണ്ടി